ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇപ്പോൾ ഞാനിവിടെ പറയാനിരിക്കുന്നത് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകളെക്കുറിച്ച്. ഈ ബുക്ക് എന്ത് പറയുന്നു എന്ന് ഞാനിവിടെ വായിക്കും. ഇതിനകത്ത് കർത്താവിനെക്കുറിച്ച് യേശു എങ്ങനെ ഈ ഓത്തറിനെ എങ്ങനെ സന്ദർശിച്ചു എന്നതിനെക്കുറിച്ചാണ് ബുക്കിൻ്റെ സാഹചര്യം. മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾ. എലീശയെപ്പോലെ കർത്താവിനെ പിന്തുടരുക. ഏലിയാവുണ്ട്, എലീശയുണ്ട്. ഏലിയാവ് പേടിച്ച് പോയി ഇസബേലിനെ കണ്ട്. അങ്ങനെ കാട്ടത്തിമരത്തിൽ വിളിച്ചപ്പോഴാണ് കാക്ക വന്ന് അപ്പോൾ ഇറച്ചിയും കൊടുത്തത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് എലീശയ്ക്കാണ് ശുശ്രൂഷ കിട്ടിയത്. ഏലിയാവിന് പേടിയായിരുന്നു ഇസബേൽ രാജ്ഞി. ഇന്നും അനേകർ അങ്ങനെയുള്ളവരുണ്ട്, ഇസബേൽ രാജ്ഞിമാരൊക്കെയുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് ദൂതനെ അയച്ച് രക്ഷിക്കും. എനിക്കറിവിലുണ്ട്, അങ്ങനെ പലരും ഉണ്ട് ഇസബേൽ രാജ്ഞിമാർ. അതുപോലെ ഇരട്ടി പങ്ക് അനുഗ്രഹം ലഭിക്കുന്നവരെയും യേശുവിൻ്റെ പിൻപേ ഓടുക. ഇവിടെ ഇരട്ടി പങ്ക് കിട്ടണമെന്നും പറഞ്ഞ് ഓടുന്നതാണ് എലീശ. ഒടുവിൽ എലീശന് ശുശ്രൂഷ കിട്ടി. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എലിയാവിൻ്റെ പുതപ്പ് എവിടെ എന്നൊരു പാട്ടുണ്ട്. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി എന്ന പാട്ടിനകത്തുണ്ട്. എലിയാവിൻ പുതപ്പ് എവിടെ? ഇന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നവരും നമ്മുടെ സന്തോഷത്തെ കണ്ട് അസൂയപ്പെടുന്നവരും ലോകത്തിൽ അനേകരുണ്ട്. അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ നമ്മൾ ജയജീവിതം ജീവിക്കണമെങ്കിൽ എലീശയെപ്പോലെ കർത്താവിനെ പിന്തുടരുക. നിങ്ങൾ ചോദിക്കുന്നത് നൽകുവാൻ അവന് മനസ്സില്ല എന്ന് തോന്നിയേക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കും ചിലതൊന്നും ദൈവം തരാൻ പോകുന്നില്ലെന്ന്. അവൻ എലിയാവിനെ ഗിൽഗാലിൽ നിന്ന് ബഥേൽ വരെയും, ബഥേൽ മുതൽ എരിഹോ മുതൽ യോർദാൻ വരെയും പിന്തുടർന്നു. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. നിങ്ങൾക്ക് വാങ്ങിക്കാം. ജപമേ ജീവൻ. ഞാൻ ഈ ബുക്കിലുള്ളതിലൊക്കെ വായിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇത് എൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയൊക്കെയാണ്. പുസ്തകത്തിലെ ഓഥറിൻ്റെ തൊട്ട് തന്നെയാണ് എൻ്റെ ജീവിതം കഴിഞ്ഞ കാലങ്ങളിൽ. പിന്നാണ് ഞാൻ യേശുവിനെ കൂടുതൽ അറിയുന്നത്. അന്നൊന്നും അത്ര അറിയത്തില്ലായിരുന്നു. ചെറുപ്പത്തിലൊന്നും അത്ര വിവരം പോരാ. പിന്നെ ചില സന്ദർഭങ്ങളിൽ പിശാച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തടഞ്ഞു വെച്ചേക്കാം. ദാനിയേൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേ ദിവസം തന്നെ ദൈവം അവനും മറുപടി കൊടുത്തു. ദാനിയേൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു 3 നേരം. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കാം. കടമ്പട്ടവരാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. എല്ലാ സന്ദർഭങ്ങളിലും പിശാച് വന്ന് തടസ്സം ചെയ്യുന്നതാണ് പിശാചിൻ്റെ പരിപാടി. തടസ്സം ചെയ്യുന്നത് കണ്ട് നമ്മൾ തുവണ്ടു പോകണ്ട, വിഷമിക്കണ്ട. യേശു പ്രതിഫലം നൽകും. ഇന്നല്ലെങ്കിൽ ഒരു ദിവസം ദൈവം പ്രതിഫലം നൽകും. അതുകൊണ്ട് കർത്താവിനായി നാം ഒരുങ്ങുക. അവൻ്റെ വരവിൽ നമ്മൾ എഴുന്നള്ളപ്പെടുവാൻ നമ്മളെ തന്നെ ഒരുക്കമായിരിക്കാം. ആമീൻ, ആമീൻ.